വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ തീവ്രമായൊരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജോലിയിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വൈകല്യങ്ങളിൽ നിന്ന് മോചനം നേടാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം, മനുഷ്യരിലുള്ള വിശ്വാസം, നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് തീവ്രമായൊരു വിശ്വാസം ഉണ്ടാകണം. മർക്കോസിൻ്റെ സുവിശേഷം 9:23 പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവന് ഏത് കാര്യവും സാധിക്കും. അപ്പോൾ യേശുനാഥൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കുന്ന തലം ഇതാണ്, നീ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. കുഷ്ഠരോഗിയോട് ചോദിച്ചും, കണ്ണുപൊട്ടനോട് ചോദിച്ചു, മുടന്തനോട് ചോദിച്ചു, എല്ലാവരോടും ഏറ്റവും ചോദ്യം ചോദിക്കുന്ന ഇതാണ്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വാസം. അപ്പോൾ തീവ്രമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യവും നടക്കും, രോഗശാന്തി നടക്കും. നമുക്കറിയാം, മുരിങ്ങൂരൊക്കെ ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് രോഗശാന്തി നടക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് രോഗശാന്തി ധ്യാനത്തിൻ്റെ സമയത്ത് നടക്കുന്നുണ്ട്. എല്ലാ ധ്യാനത്തിലും നടക്കുന്നുണ്ട്. കാരണം തീവ്രമായ വിശ്വാസം, അത് വിശ്വാസം ഉള്ളവർക്കാണ് നടത്തുന്നത്. യേശുനാഥൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ആ തീവ്രമായ വിശ്വാസത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നതെന്ന്. ശിഷ്യന്മാർക്ക് രോഗശാന്തി കൊടുക്കാനായിട്ട് എപ്പിലെപ്സിയുടെ രോഗം സുഖപ്പെടുത്താൻ സാധിച്ചില്ല. ശാസിക്കുകയാണ്, നിങ്ങൾ ഇത്ര നാൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, എത്ര നാൾ ആ കുട്ടിയെ കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് യേശു അവനെ സുഖപ്പെടുത്തുക ചെയ്യണത്. അതുകൊണ്ട് തീവ്രമായൊരു വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സാധിക്കും. അത് വിശ്വാസവും വേണം, തീഷ്ണതയും വേണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് തീഷ്ണതയില്ല. ആ തീഷ്ണത വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത്. തീവ്രമായ വിശ്വാസം, എനിക്കിത് സാധിക്കും, എനിക്കിത് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുക. മത്തായിയുടെ സുവിശേഷം 17:20 പറയുന്നു, വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും അസാധ്യമായിട്ടില്ല. വിശ്വാസമുണ്ടെങ്കിൽ ഒന്നും അസാധ്യമായിട്ട്. പലരും സാക്ഷ്യം പറയുന്ന സമയത്ത് പറയാറുണ്ട്, അച്ചോ ഞാൻ തീവ്രമായ വിശ്വാസത്തോടുകൂടി പോയി, എനിക്ക് സുഖപ്പെട്ടു. ഇത് ധ്യാനത്തിൽ പോയ സമയത്തായി പറയണേ, തീഷ്ണതയോടുകൂടി ഞാൻ പോയി, എനിക്ക് സുഖപ്പെടാനായിട്ട് സാധിച്ചു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം പ്രത്യാശയിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടേ എന്നുള്ള ബോധ്യവുമാണ്. അപ്പം പല കാര്യങ്ങളിലും നമ്മളെ യുക്തിവാദി ആയതുകൊണ്ട് വിശ്വാസം ഉണ്ടാകുകയില്ല. ഞാൻ എല്ലാം കണ്ട് കേട്ട് ഒക്കെ പിന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവൻ രക്ഷപ്പെടുകയില്ല. അവന് പലപ്പോഴും യുക്തിയുടെ ചിന്തയായിരിക്കും. ഞാൻ ഓർമ്മിക്കുക, കൽക്കട്ടയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കൾപ്ചറിലും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലും ഡോക്ടറേറ്റ് സമ്പാദിച്ച ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ ചെല്ലുന്നിടത്തൊക്കെ പരാജയം, ഡബിൾ ഡോക്ടറേറ്റ് ഉണ്ട്, പരാജയമാണ്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആദ്യ ദിവസം എന്നോട് ചോദിക്കാൻ തുടങ്ങി, ദൈവം ഉണ്ടെന്നുള്ളതിന് എന്നാ തെളിവ്? അപ്പോൾ ദൈവം ഉണ്ടെന്നുള്ളതിന് ഞാനൊരു തെളിവ് പറയുമ്പോൾ അവൻ ദൈവം ഇല്ല എന്നുള്ളതിന് 2 തെളിവും ഇങ്ങോട്ട് പറയുകയാണ്. അപാര ബുദ്ധിയാണ്. ഞാൻ അവസാനം തോറ്റു കഴിഞ്ഞിട്ട് നീ അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞ് പിന്നെ എന്നതാണ്, ഞാൻ പിന്നെ അധികം അവനോട് തർക്കിക്കാനൊന്നും പോയില്ല. എന്തിനു പറയണു, പിന്നെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ പലരും സാക്ഷ്യം പറഞ്ഞു. ധ്യാനത്തിൽ പലരും സാക്ഷ്യം, എൻ്റെ തലവേദന മാറി, എൻ്റെ ചങ്കുവേദന മാറി, എനിക്ക് പിന്നെ എന്നതാണ് ആസ്മാരോഗം ഉണ്ടായിരുന്നു, അത് മാറി. ഇങ്ങനെ പലരും സാക്ഷ്യം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ വന്നിച്ച് എന്നോട് പറഞ്ഞു, അച്ചു പിന്നെ അവർ പിന്നെ എന്നതാണ് അവർ സാക്ഷ്യം പറയുന്നുണ്ട്, അവർക്ക് രോഗശാന്തിയും സൗഖ്യമൊക്കെ കിട്ടും, എനിക്കൊരു സമാധാനമില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ ചിന്തിച്ചു നോക്ക്, പിന്നെ 1-ാം ക്ലാസ് പോലും പാസ്സാകാത്ത മറിയക്കുട്ടിക്ക് പിന്നെ 100 മാർക്ക്, നീ ഡബിൾ ഡോക്ടറേറ്റ് ഉള്ള ആൾക്ക് നിനക്ക് ഇവിടെ വന്നപ്പോൾ 100 മാർക്ക് പിന്നെ 0 മാർക്ക്. കാരണം എന്നതാ?
നീ തന്നെ ചിന്തിക്കും, നീ ബുദ്ധിമാനല്ലേ, നീ ചിന്തിക്കും ഞാൻ എന്നാ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് വൈകുന്നേരം രാത്രിയിൽ അൾത്താരയിൽ മുമ്പിൽ കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങോട്ട് ചോദിക്കുക. എനിക്ക് നിന്നോട് ഉത്തരം പറയാൻ നിവൃത്തിയില്ല. നീ തന്നെ യേശുവിനോട് ചോദിക്കുക എന്ത് ചെയ്യണമെന്ന്. എന്തിനു പറയണു? അവനന്ന് രാത്രി മുഴുവൻ അൾത്താരയുടെ മുമ്പിൽ ചെലവഴിച്ചു, കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിച്ചു പറയും, അച്ചോ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അവൻ നല്ലൊരു കുമ്പസാരം നടത്തി, ജീവിതത്തിൽ നവീകരണം വരുത്തി, അവൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നേടി, അവൻ ജോലി ചെയ്യുന്നിടത്ത് സ്ഥിരത ലഭിച്ചു, അവന് വ്യക്തിതലത്തിൽ പുരോഗതി ഉണ്ടായി, സമാധാനമുണ്ടായി, ശാന്തിയുണ്ടായി, കുടുംബത്തിൽ സമാധാനമുണ്ടായി. അതുകൊണ്ട് ഇതാണ് സഹോദരങ്ങളെ, തീവ്രമായ വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സൗഖ്യം കിട്ടുക. അല്ലെങ്കിൽ വെറും വട്ടപൂജ്യന്മാർക്കേ ഉള്ളൂ. പ്രാർത്ഥനയിൽ വട്ടപൂജ്യന്മാർക്ക്, ജോലിയിൽ വട്ടപൂജ്യന്മാർക്ക്, പിന്നെ വ്യക്തിബന്ധങ്ങളിൽ വട്ടപൂജ്യന്മാർക്ക്, ചെല്ലുന്നിടത്തൊക്കെ പരാജയം. അതാണ് തീവ്രമായ വിശ്വാസത്തിൻ്റെ തലം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2:5 പറയുന്നു, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനത്തിലല്ല, മറിച്ച് ദൈവിക ശക്തിയിലാണ്. ദൈവിക ശക്തിയിലാണ് വിശ്വാസം. മാനുഷികമായിട്ടുള്ള തലങ്ങൾ പലതും മണ്ടത്തരമാണ്, പലതും മണ്ടത്തരമാണ്. അച്ഛന്മാർ കല്യാണം കഴിക്കാതിരിക്കുന്നു, മണ്ടത്തരം. മനസ്സിലായോ? കന്യാസികൾ വിവാഹ ജീവിതത്തിലേക്ക് പോകാതിരിക്കുന്നു, മണ്ടത്തരം. ഇതൊക്കെ മണ്ടത്തരമാണ്. കാരണം മാനുഷികമായ തലത്തിൽ നോക്കിയാൽ അവന് സൂഹിക്കാമായിരുന്ന പലതും അവർ ഉപേക്ഷിക്കുന്നു. മണ്ടത്തരമല്ലേ? ഞാൻ പലരോടും പറയാറുണ്ട്, മദ്യപാനം ഉപേക്ഷിക്കണം. ശുദ്ധ മണ്ടത്തരം. കാരണം ലോകത്തിലെ എല്ലാവരും കുടിച്ചും വരിച്ചുമൊക്കെ നടക്കണു. അപ്പോൾ അത് ഞങ്ങൾക്കും അനുഭവിക്കാനായിട്ട് അവകാശമില്ലേ? ഞാൻ പറയും, അവകാശമുണ്ട്. പക്ഷെ ഈ മണ്ടത്തരം ചെയ്താൽ നിനക്ക് സമാധാനം കിട്ടും. മനസ്സിലായോ? നീ വരവ് ചെലവ് കണക്കെഴുതി, എന്താ നീ പറയണ? വരവ് ചെലവ് കണക്ക് എഴുതണമെന്നോ? ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടണ പൈസ ഞങ്ങൾ ചിലവഴിക്കണു. മനസ്സിലായോ? അത് ഒരു പക്ഷേ ഈ മണ്ടത്തരമാണെന്ന് അവന് തോന്നാം. പക്ഷെ വരവ് ചെലവ് കണക്കെഴുതി ചെലവ് ചുരുക്കി മദ്യപാനവും പുകവലിയും ലോട്ടറി എടുക്കലും ഒക്കെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അവന് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 കൊരിന്ത്യൻസ് 5:7 പറയുന്നു, ഞങ്ങൾ നയിക്കപ്പെടുന്ന വിശ്വാസത്തിലാണ്, ഇല്ലാതെയാണ് ഞങ്ങൾ പലതും പ്രവർത്തിക്കുന്നത്. അപ്പോൾ കാഴ്ച കൊണ്ട് മാത്രമല്ല, കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണണമെന്ന് പറയും. ഞാൻ കുഞ്ഞുനാളിൽ പഠിച്ചൊരു പാഠപുസ്തകത്തിലുള്ളൊരു ഭാഗമാണ്, കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണണം. അത് നമ്മൾ പുറത്തുള്ള കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, അകക്കണ്ണ് തുറക്കണം. എൻ്റെ പ്രശ്നത്തിൻ്റെ മൂലകാരണത്തിലേക്ക് അകക്കണ്ണ് തുറക്കണം. അകക്കണ്ണ് തുറന്നുകൊണ്ട് എൻ്റെ പ്രശ്നം കാണുന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്ന് ആദ്യം ഇൻസൈറ്റ് എന്ന് പറയും. ഇൻസൈറ്റ് തെറപ്പിയാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികൾക്ക് ഞാൻ അവിടെ ഒരു 24 ചാർട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ബുക്കുമായിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ആ ചാർട്ടിലുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിതാവിൻ്റെ എഴുതി വയ്ക്കുക, മാതാവിൻ്റെ എഴുതി വയ്ക്കുക, മക്കളുടെ എഴുതി വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പ്രശ്നമൊന്നും പറയണ്ട, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എഴുതി വയ്ക്കുമ്പോൾ കാണും. പിന്നെ മദ്യപാനിക്ക് 30 പ്രശ്നങ്ങളെങ്കിലും ഉണ്ട്, ഒന്നല്ല 30. മദ്യപാനിയുടെ ഭാര്യയ്ക്ക് പിന്നെ എന്നതാണ് കാണും ഒരു 12 എണ്ണം. മനസ്സിലായോ? അതിൻ്റെ മൂലകാരണത്തിലേക്ക് കടക്കണം. നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, നിനക്ക് മദ്യപാനമുണ്ടെങ്കിൽ, നിനക്ക് കൂട്ടുകെട്ടുണ്ടെങ്കിൽ, നിനക്ക് കടക്കെണിയുണ്ടെങ്കിൽ അതിൻ്റെ മൂലകാരണം നീ കണ്ടുപിടിക്കണം. അങ്ങനെ നിൻ്റെ ഉള്ളിലോട്ട് കടന്നു ചെന്നുകൊണ്ട് നീ ആഴത്തിലേക്ക് കടന്ന് അപ്പോഴും മനസ്സിലാവും ഇതൊക്കെ ഇങ്ങനെ ഒരു 5-6 കൂട്ടം, ഒരു 10-30 കൂട്ടം എൻ്റെ ചുറ്റും പിന്നെ എന്നതാണ് എന്നെ വേട്ടയാടുകയാണ് എന്നുള്ള ബോധ്യം അവന് മനസ്സിലാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6:13 പറയുന്നു, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹത്തോട്. കാരണം വിശ്വാസം, ദൈവത്തിലുള്ള തീവ്രമായ വിശ്വാസമുണ്ടെങ്കിൽ നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, നിന്നെ ഞാൻ നയിക്കും എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ജോബിൻ്റെ പുസ്തകം 42:2 പറയുന്നു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടസ്സമാകുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ,
പിന്നെ ജീവിതത്തിലെ തീവ്രമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകുക. വിശ്വാസവും ഞാൻ പറയും തീഷ്ണതയും ഉണ്ടാവണമെന്ന് പറയും. ശക്തമായ ഒരു തീഷ്ണതയും നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീഷ്ണതയും ഉണ്ടാവും. പിന്നെ എന്നതാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ച ആ സ്ത്രീയുടെ തലം നോക്കിക്കുകയും സാധാരണ യഹൂദ സ്ത്രീ ഇവരുടെ കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് യഹൂദ നിയമം. പക്ഷേ അവൾ ഈ ജനക്കൂട്ടത്തിലൂടെ ഉള്ളിലോട്ട് പടച്ച് കയറി കർത്താവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആരോ എന്നെ തൊട്ടു. പത്രോസ്ലിയ പറയുക, എന്നാ കർത്താവ് ഈ പറയണേ, ഇവിടെ ഇടിയും തൊഴിയാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് തൊട്ടു എന്ന് മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, പലരും ഇടിച്ചും തൊഴിച്ചും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്നതാണ് സിനിമ കാണുന്ന മാതിരി നടക്കുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല, വിശ്വാസത്തോടുകൂടി ആരോ എന്നെ സ്പർശിച്ചു. ആ സ്ത്രീ വന്നിച്ചും പറയും, കർത്താവേ ഞാനാണ്, 12 വർഷമായിട്ട് രക്തസ്രാവം കൊണ്ട് ഞാൻ വിഷമിക്കുകയായിരുന്നു. അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി. ഇതാണ് വിശ്വാസം. ഇതാണ് തീവ്രമായ വിശ്വാസം. ഇതാണ് തീഷ്ണത. ഈ വിശ്വാസത്തിൻ്റെ തീഷ്ണത ഇവിടെയാണ് സഹോദരങ്ങളെ. വിശ്വാസത്തിൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു. അവിടെ നീതീകരിക്കപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പലതും മണ്ടത്തരോ. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:17, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:17 പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്തിൽ നിന്നുമാണ്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്തിൽ നിന്ന് വിശ്വാസം വർദ്ധിപ്പിക്കണം. നമ്മുടെ വിശ്വാസം സഹോദരങ്ങളെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? ഒന്ന് ഞാൻ പറയും, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ ബലഹീനതകളെല്ലാം കളയണം. ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. എങ്ങനെ ക്ലീൻ ചെയ്യണം? എൻ്റെ മനസ്സിൻ്റെ വെറുപ്പുകൾ, വിദ്വേഷങ്ങൾ, അപകർഷത, കുറ്റബോധം, നിരാശ ഇവയെല്ലാം മാറണം. 2, യേശുവിൽ തീവ്രമായൊരു വിശ്വാസം. രാവിലെ തന്നെ പള്ളിയിൽ പോവുക, കുർബാനയിൽ പങ്കുകൊള്ളുക, തീഷ്ണതയോടും തീവ്രതയോടും കൂടി എല്ലാ കാര്യവും ചെയ്യുക. ചാടി എഴുന്നേൽക്കുക. രാവിലെ ചുമ്മാ എഴുന്നേറ്റ് പങ്ങി കിടന്നിട്ട് പുതപ്പിൻ്റെ അടിയിലേക്ക് ഒന്നോടെ കയറിയതുകൊണ്ട് കാര്യമില്ല. പെട്ടെന്ന് ബ്രഷ് ചെയ്യുക, പ്രാർത്ഥന നടത്തുക, പിന്നെ ദേവാലയത്തിൽ പോവുക, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒത്തിരി ഒരു വിശ്വാസം തോന്നും. പലരും വന്നേച്ചും പറയും, അച്ചോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. പ്രാർത്ഥിക്കാൻ പറ്റണ എന്നതാ? പിന്നെ ഒരു വീഡിയോ മരിച്ച് പിന്നെ എന്നതാണ് ഒരു അസ്വസ്ഥമായിട്ട് വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതേസമയം ചാടി എഴുന്നേറ്റ് ബലഹീനതകളെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തെ കുറച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീഷ്ണത കിട്ടും, തീവ്രത കിട്ടും, വിശ്വാസം കിട്ടും. അതുകൊണ്ട് ഈ തീവ്രമായ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. പിന്നെ അത് പ്രവൃത്തിയിലേക്ക് പോകണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 2:17 പറയുന്നു, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. പലരും ധ്യാനത്തിലൊക്കെ കൂടിയിട്ട് പാവപ്പെട്ടു. ഇന്ന് കേരളത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, കേരളത്തിൽ ചുറ്റും ഇന്ന് പിന്നെ എന്നതാണ് ധർമ്മക്കാരും ഇതെല്ലാം എത്രയോ പേരായിരുന്നു വീടുകളിലൊക്കെ കയറി ഇറങ്ങുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ. ഇപ്പം ഇല്ല. കാരണം എന്നതാ? ഈ കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ വന്ന് തീഷ്ണതയും തീവ്രതയുമാണ് വിശ്വാസത്തോടുകൂടി അൽമായർ തന്നെ ഇങ്ങനെയുള്ള മക്കളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും ധർമ്മം മേടിച്ചുകൊണ്ട് അവർ ധർമ്മം മേടിച്ചാണ്, അവർ സംഭാവന മേടിച്ചു കൊണ്ടുവന്ന് ഇവരെ സംരക്ഷിക്കാനും തുടങ്ങി. മാത്രമല്ല നമ്മുടെ സമൂഹം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് നല്ല കാര്യമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ബലഹീനം ഞാനൊരു 10-80ഓളം ഇങ്ങനെയുള്ള അനാഥരെ താമസിപ്പിക്കുന്ന സെൻറ്ററിൽ പോയി അവിടെയുള്ളവർക്ക് ധ്യാനം നടത്തിയിട്ടുണ്ട്. മാനസിക രോഗികൾക്ക് ധ്യാനം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ സാധാരണ ധ്യാനം പോലെ അല്ലാതെ ചില മനഃശാസ്ത്രപരമായ പാട്ടും അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിപ്പും ഒക്കെ ആയിട്ടുള്ള ധ്യാനമാണ് നടത്തിയത്. ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് പറയാം, ഞാൻ ചോദിച്ചു, ആകെ പിന്നെ 5 സെൻറ്റ് സ്ഥലത്താണ് മുകളിലോട്ട് പൊക്കിയിരിക്കുക, 2 നില 3 നിലയൊക്കെ ആയിട്ട് പൊക്കിയിട്ടിട്ടാണ് അവിടെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ കക്കൂസ് എവിടെയാണ് ചേട്ടാ? അത് അച്ഛൻ നിൽക്കുന്നത് കക്കൂസിൻ്റെ മുകളിലാണ്. മനസ്സിലായോ? ആ നിൽക്കുന്നതിൻ്റെ അടി കക്കൂസാണ്. അപ്പോൾ അതുകൊണ്ട് കക്കൂസിൻ്റെ ടാങ്കാണ് അച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. തീഷ്ണമായ തീവ്രമായ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട്, അതിനുള്ള വഴിയുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.
ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.